കേരള ഹജ്ജ് കമ്മിറ്റി മുഖേനയുള്ള ആദ്യ ഹജ്ജ് സംഘം ഉടൻ യാത്ര തിരിക്കും. 166 പേരാണ് ആദ്യ സംഘത്തിലുള്ളത്. കരിപ്പൂരിൽ നിന്ന് 12:05 പുറപ്പെടുന്ന വിമാനം സൗദി സമയം 3:50 ജിദ്ദയിലെത്തും. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് സാജിദ് അജ്മൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഈ വർഷത്തെ ആദ്യ ഹജ്ജ് സംഘം കരിപ്പൂരിൽ നിന്ന് പുറപ്പെടുകയാണ്. 12:05 ആദ്യ വിമാനം. 86 പുരുഷന്മാരും 80 സ്ത്രീകളും ഉൾപ്പെടെ 166 തീർത്ഥാടകരാണ് ആകെ ഈ ആദ്യ സംഘത്തിൽ പോകുന്നത്. ഈ കരിപ്പൂരിൽ നിന്നുള്ള യാത്രയിൽ എല്ലാവരും ഈ എല്ലാ വിമാനങ്ങളിലും ഈ 166 യാത്രക്കാർ എന്ന തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നിരവധി വർഷങ്ങളായുള്ള ഓരോ തീർത്ഥാടകരുടെയും ഓരോ വിശ്വാസികളുടെയും പ്രാർത്ഥനയും അവരുടെ ആഗ്രഹവുമാണ് നിറവേറ്റുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവർ യാത്ര തിരിക്കും. സൗദി സമയം 3:50 ജിദ്ദയിൽ ഈ ആദ്യ വിമാനം എത്തുക. ഈ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി, ജില്ലാ കളക്ടർ വിനോദിന് ഈ ഫ്ലാഗ് കൈമാറിയാണ് ഈ കർമ്മങ്ങൾ നിർവഹിച്ചത്. ജൂലൈ 9 വരെ ആണ് ഹജ്ജ് ക്യാമ്പ് ഇവിടെ തുടരുന്നത്. എന്തായാലും ഈ തീർത്ഥാടകർ അവരുടെ ഈ യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. 17,883 പേരാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഇത്തവണ ഹജ്ജ് തീർത്ഥാടനത്തിനായി പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ കരിപ്പൂരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കേരളത്തിൽ നിന്ന് തീർത്ഥാടനത്തിന് പോകുന്നത്. 10,430 പേരാണ് ഈ തീർത്ഥാടനത്തിനായി പോകുന്നത്. ഇപ്പോൾ ഈ തീർത്ഥാടകർ നമ്മോടൊപ്പം ഈ സംസാരിക്കും ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹം പ്രാർത്ഥനയൊക്കെ അല്ലേ? പൂർത്തിയായി. ഇപ്പൊ ആദ്യ സംഘത്തിൽ തന്നെ പോവാണല്ലേ? എന്താണ് ഒരുപാട് കാലത്ത് ശ്രമത്തിനിടയിൽ കിട്ടിയത് ഇതാണ്. ഇപ്പോ നിങ്ങളുടെയൊക്കെ ഒരുപാട് കാലത്തെ ആഗ്രഹം പ്രാർത്ഥനയും അല്ലേ? തീർച്ചയായും ഒരുപാട് വർഷത്തെ ആഗ്രഹമായിരുന്നു. വളരെ സന്തോഷമുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഈ ഹജ്ജ് കമ്മിറ്റി വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ഈ കാര്യങ്ങൾ ചെയ്തത്. ഒരു ബുദ്ധിമുട്ടില്ലാതെ വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തു. മുഴുവൻ അങ്ങനെ കഴിയും. തീർച്ചയായും അങ്ങനെ പ്രാർത്ഥിക്കുന്നു. കൊച്ചിയിൽ നിന്ന് 4,273 പേരും കണ്ണൂരിൽ നിന്ന് 3,135 പേരുമാണ് ഈ യാത്ര പോകുന്നത്. ഇതിൽ 70 വയസ്സ് കഴിഞ്ഞവർക്ക് ഈ നറുക്കെടുപ്പില്ലാതെയാണ് യാത്ര പോകാനുള്ള അവസരം. 1,250 പേരാണ് 70 വയസ്സിന് മുകളിൽ ഉള്ള ആളുകൾ. ഈ മഹ്റമില്ലാത്ത സ്ത്രീകളായി 3,582 പേരും പോകുന്നുണ്ട്. മെയ് 26 ആണ് കൊച്ചിയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം പുറപ്പെടുക. ജൂൺ 1 കണ്ണൂരിൽ നിന്നുള്ള ഹജ്ജ് വിമാനവും പുറപ്പെടും. എന്തായാലും ഈ ഒരുപാട് കാലത്തെ ഈ ഹജ്ജ് ചെയ്യണമെന്ന നിരവധി പേരുടെ ആഗ്രഹമാണ് സഫലമാകുന്നത്. 20 ദിവസം ഇതേ രീതിയിൽ കരിപ്പൂരിൽ നിന്ന് ഈ ഹജ്ജ് ക്യാമ്പിന്റെ ഭാഗമായി ഉള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും. ഓരോ ദിവസവും 3 വിമാനങ്ങളാണ് കരിപ്പൂരിൽ നിന്ന് ഉള്ളത്. 26 മുതൽ കൊച്ചിയിൽ നിന്നും ജൂൺ 1 മുതൽ കണ്ണൂരിൽ നിന്നും ഈ സമാനമായ രീതിയിൽ ഉള്ള സർവീസുകൾ ഉണ്ടാകും.